ഞാൻ തിരിച്ചിങ്ങോട്ട് വന്നപ്പോഴാണ് കണ്ടതേ. നമ്മൾ പോയതിൻ്റെ അവിടെ കണ്ടോ 2 മൃഗങ്ങൾ അവിടെ നിൽപ്പുണ്ട്. കല്യാണത്തണ്ടിലേ കാട്ടുപോത്തിറങ്ങിയോ? ഇതുണ്ടോ നിൽക്കുന്നത്? എടാ കല്യാണത്തന്നെ കാട്ടുപോത്തിറങ്ങിയോ? വേണ്ട അവിടെ നിൽക്കുന്നു. നമുക്ക് ഈ വഴി ഇങ്ങനെ പോയാൽ കല്യാണത്തണ്ടി ചെല്ലും കേട്ടോ. അങ്ങോട്ട് പോകുന്നൊരു വഴിയായതേ. പോകുന്ന വഴിക്ക് ഒരുപാട് വീടുകളൊക്കെ ഉണ്ടേ. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ നല്ല കുത്ത് കയറ്റം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയല്ല. ഇത് കണ്ടോ വഴി? ഇതൊരു കയറ്റം. അത് കഴിഞ്ഞിട്ട് മുകളിൽ ചെന്നിട്ട് ഒരു കയറ്റം കൂടെ ഉണ്ടേ. ആ കയറ്റമെല്ലാം കയറി വന്നു കഴിയുമ്പോൾ പിന്നെ ഇതുപോലുള്ള വഴിയാണ് കേട്ടോ മുന്നോട്ട്. ഈ ഒരു ആർച്ചൊക്കെ കടന്നു വേണം അങ്ങോട്ട് പോകാൻ കേട്ടോ. നമ്മളിങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല മനോഹരമായ പുൽമേടുകളൊക്കെയാണ്. പിന്നെ ഒരു ചെറിയൊരു ഉറവച്ചാൽ വെള്ളം, അങ്ങനെ കോൺക്രീറ്റ് റോഡാണ് അവിടം വരെ ഉള്ളത്. ഇപ്പം നമ്മൾ എവിടെ നോക്കിയാൽ ഇങ്ങനത്തെ കുറേ പൂക്കൾ കാണാവേ. ഓക്കെ, ഇതിലേ ഇങ്ങനെ കയറി ചെന്നാൽ മുകളിൽ ചെല്ലുമ്പോൾ നല്ല ഭംഗിയാണ് അവിടെ കാണാൻ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ വീണ്ടും കട്ടപ്പനയ്ക്കടുത്തുള്ള കല്യാണത്തണ്ട് മലനിരകളിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. കുറച്ച് നാളായി ഈ വഴിക്ക് വന്നിട്ടേ. എല്ലാവരും ഏതായാലും ഇടുക്കി കാഴ്ചകളൊക്കെ കണ്ട് മടുത്തു എന്നാണ് പറയുന്നത്. എന്നാൽ പിന്നെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടങ്ങ് മടുക്കാം അല്ലേ. ഇവിടെ ഇപ്പോഴേ നല്ല പച്ചപ്പും ഒക്കെയാണേ. പക്ഷേ ഞാൻ താഴെ ഭാഗത്ത് മഴയില്ലായിരുന്നു. ഇവിടെ കയറി വന്നപ്പോഴുണ്ടല്ലോ ഒരുമാതിരി മഴ ഇപ്പം അങ്ങോട്ട് പെയ്യാൻ തുടങ്ങിയേ. അത് കുഴപ്പമില്ല. എന്നാലും നമുക്ക് ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ അങ്ങനെ കാണാവേ. അപ്പം നമുക്ക് ആ ഒരു കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോയി നോക്കിയാലോ. ഒത്തിരിയായി ഇങ്ങോട്ട് വന്നിട്ടേ. മഴ ഇങ്ങനെ നൈസായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ. ഇടുക്കി ജലാശയത്തിൻ്റെ ഒരു കാഴ്ച നമുക്കിവിടെ ഇങ്ങനെ കാണാം. കണ്ടോ, വെള്ളം ഇപ്പോൾ ന്യായമായിട്ടുള്ള വെള്ളമുണ്ട് കേട്ടോ. ആ മലയില്ലേ അതിൻ്റെ മുകളിൽ അവിടെ ആളുണ്ട് കേട്ടോ. അതിൽ ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട് മുകളിൽ കൂടെ. കാണാമോ? അതിൻ്റെ മുകളിൽ കയറാണെങ്കിൽ അപ്പുറത്തോട്ട് നല്ല വ്യൂ ആയിരിക്കുമേ. ഇവിടേക്കൊക്കെ ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ വഴി അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ വഴിയൊന്ന് പറഞ്ഞു തരാവേ. ഇവിടേക്ക് വരാനുള്ള വഴി നമ്മുടെ കട്ടപ്പന ടൗണിൽ വരിക. കട്ടപ്പന വന്നിട്ട് വെള്ളയാങ്കുടി ഭാഗത്തേക്ക് വരിക. വെള്ളയാങ്കുടിയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് ഗവൺമെൻറ് കോളേജിൻ്റെ അതിലേക്ക് വന്നിട്ട് കയറി വരാവുന്നേ ഉള്ളൂ കേട്ടോ. അത്രേ ഉള്ളൂ. ഒരു നല്ലൊരു കയറ്റമൊക്കെ നമ്മൾ വന്ന വഴിക്ക് ആ കയറ്റമൊക്കെ കണ്ടില്ലായിരുന്നു. ആ കയറ്റമൊക്കെ കയറി ഇങ്ങ് വന്നാൽ മതി. അപ്പോൾ വന്നു കഴിയുമ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് വ്യൂ ആയിട്ടുള്ള നല്ല പുൽമേടുകളുടെയും ഇടുക്കി ജലാശയത്തിൻ്റെയും അങ്ങനെ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ കാണാം കേട്ടോ. അങ്ങോട്ടൊക്കെ നോക്കി നല്ല ആ പുല്ലൊക്കെ എങ്ങനെയായിട്ട് ചെരിഞ്ഞ് കിടക്കുന്നൊരു കാഴ്ച കേട്ടോ. പണിതുകൊണ്ടിരിക്കുന്ന ക്ഷേത്രം അവിടാണ് കേട്ടോ. അവിടുന്ന് അങ്ങനെ താഴോട്ട് നല്ലൊരു സ്ലോപ്പാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കരിയമ്പാറ, കാഞ്ചിയാറ് മേഖലയൊക്കെ നമുക്ക് കാണാവേ. അതുകൊണ്ടോ പുതിയ റോഡിൻ്റെ പണിയൊക്കെ തീർന്ന് നടക്കുന്ന നോക്കി. അത് കാഞ്ചിയാറ് ടൗണാണേ. പിന്നെ ഇതിൻ്റെ അടിമാറ്റി കൂടി ഒരു റോഡുണ്ട് താഴോട്ട്. അത് നേരെ ചെല്ലുന്നത് ഇതാണ്ട് നമ്മുടെ അഞ്ചുരുളിയിലേക്കാണ്. നമുക്കിതിലെ കുറച്ചിങ്ങനെ ഒന്ന് പോയി നോക്കാം. ഈ കാറ്റൊക്കെ കൊണ്ടിങ്ങനെ നടക്കായില്ലേ പാറക്കെട്ടുകൾക്കുള്ളിൽ കൂടെ. ഇപ്പം എവിടെ നോക്കിയാലും അത്യാവശ്യം ഇച്ചിരി പച്ചപ്പൊക്കെ ഉള്ളതുകൊണ്ട് രസമുണ്ട് കാണാല്ലേ. ഇവിടെ ഒരു മരം നിൽക്കുന്ന കേട്ടോ, ഒറ്റ ഇല പോലും ഇല്ലാതെ. ഇവിടെയൊക്കെ പിള്ളേരൊക്കെ വന്നിരുന്ന് പാട്ടും പാടി കഥയൊക്കെ പറയുന്ന സ്ഥലമാണ്. അവിടെ ഒരു വലിയ പാറയുണ്ട്, താഴോട്ടൊരു കുഴിയാണേ. ഇവിടെയൊക്കെ നടന്നാൽ കാണാൻ ഒത്തിരി ഉടനെ. പക്ഷേ കുറച്ച് നടന്നു കഴിയുമ്പോൾ മടുക്കും. അതാണ്. ഇങ്ങോട്ടൊക്കെ നോക്കി എന്നാ ഭംഗിയല്ലേ.
ഈ മേലൊക്കെ കാണാൻ. ഞാനീ ഭംഗിയാന്ന് പറയുന്നത് ഒരു അഭംഗിയാവുന്നുണ്ടോ? ഇവിടെയൊക്കെ ഓഫ് റോഡ് ജീപ്പ് വരുന്നുണ്ടോ? ജീപ്പൊക്കെ വന്നായിരുന്നു ഇങ്ങനെ തിരിക്കുന്ന പോലെ അല്ലേ? കണ്ടോ, ദൂരെ അമ്പലം. ഇവിടെ ഇപ്പോഴാണ് കുറച്ചുകൂടെ കാഴ്ചകൾ ഇടുന്നതെന്ന് തോന്നുന്നല്ലേ, താഴോട്ടൊക്കെ ഉള്ള. നല്ലൊരു കാറ്റുണ്ടേ. ചില സമയത്ത് കാറ്റ് ഇവിടെ ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. അന്നേരം നമ്മൾ പറയുന്നൊന്നും കിട്ടത്തില്ല. ഇപ്പം പിന്നെ ചെറിയൊരു നൈസ് കാറ്റേ ഉള്ളൂ. ആ ഒരു പാറ കണ്ടോ, എന്ത് സ്ലോപ്പായിരുന്നു അല്ലേ? കാലൊക്കെ കിക്കിളിയാവും അല്ലേ അത് കാണുമ്പോൾ? ആ ചെരുപ്പ് താഴോട്ടെ. അതിൻ്റെ താഴെയൊക്കെ കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ടേ. എങ്ങനെയുണ്ട് ഇവിടെ നിന്നുള്ള ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട്? കൊള്ളാമല്ലേ? നല്ലൊരു ഇളം കാറ്റൊക്കെയാണേ. പിന്നെ ഇത്രയും പൊക്കത്ത് നിന്നിട്ട് നമ്മൾ താഴോട്ട് നോക്ക് പോട്ടല്ലോ, എല്ലാ രസമാണ് അറിയോ കാണാനായിട്ട്. ഇപ്പോൾ കണ്ടില്ലായിരുന്നോ? അങ്ങനത്തെ ഒരു കാഴ്ചകളൊക്കെ നമുക്കിവിടെ കിട്ടും ഈ ഒരു മേഖലയൊക്കെ വന്നു കഴിയുമ്പോഴേ. കേട്ടോ, ഇളം കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കുക, കുളുകുളാന്ന്. പ്രകൃതിയുടെ തനതായ ഒരു സൗന്ദര്യമൊക്കെ നമുക്കിവിടെ വന്നാലിങ്ങനെ ആസ്വദിക്കാൻ പറ്റും കേട്ടോ. എനിക്ക് എന്നാ ഇഷ്ടമാണെന്നറിയോ ഇങ്ങനെ വരുന്നത്? ഒരുപാട് കാഴ്ചകൾ കിട്ടുന്ന സ്ഥലമാണ്. പ്രകൃതി മനോഹരം എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഒരു പ്രാവശ്യമെങ്കിലൊക്കെ വരണം. ഇവിടെ നിന്ന് ആ അമ്പലം കാണാൻ നല്ല രസമല്ലേ? ചെറുതായിരുന്നു വലിച്ച് സൂമാക്കി നോക്കാം അല്ലേ? ഇത്രേ നമുക്ക് സൂമിങ് കിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നൊരു ഡ്രോൺ വ്യൂ പോലെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ, ആ താഴോട്ടുള്ള കാഴ്ചകളെ. ഇവിടെ ഡ്രോണൊന്നും കൊണ്ട് പറപ്പിക്കാൻ പറ്റില്ല. ചില സമയത്ത് ഭയങ്കരമായ കാറ്റായിരിക്കുമേ. അങ്ങനെ കാറ്റ് കൂടി നിൽക്കുന്ന സമയത്ത് ഡ്രോണിൻ്റെ വഴിക്ക് പോകും, കാറ്റ് കൊണ്ടുപോകും. പക്ഷേ അതിലും നല്ലത് നമ്മളിങ്ങനെ വല്ല സെൽഫി സ്റ്റിക്ക് വെച്ച് ഒക്കെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കും നല്ലത്. നമുക്കിനി കുറച്ചേ മുന്നോട്ട് പോവാം. ഞാൻ തിരിച്ചിങ്ങോട്ട് വന്നപ്പോഴാണ് കണ്ടതേ, നമ്മൾ പോയതിൻ്റെ അവിടെ കണ്ടോ 2 മൃഗങ്ങൾ അവിടെ നിൽപ്പുണ്ട്. കല്യാണത്തണ്ടിലേ കാട്ടുപോത്തിറങ്ങിയോ? ഇതുണ്ടോ നിൽക്കുന്നേ? എടാ, കല്യാണത്തന്നെ കാട്ടുപോത്തിറങ്ങിയോ? വേണ്ട, അവിടെ നിൽക്കുന്നു. നമുക്കിവിടെ തന്നെ സൂം ചെയ്ത് ഈ താഴോട്ടുള്ള കാഴ്ചകളൊന്ന് കണ്ടു നോക്കിയാലോ? വലിയൊരു സുഖമില്ല അത് കാണാനായിട്ട്. ഈ താഴ്വാരത്തിൽ കുറേ വീടുകളും കടകളും. പേഴുങ്കണ്ടത്തെ പള്ളിയാന്ന് തോന്നുന്നു ആ കാണുന്നത്. കണ്ടോ? പേഴുങ്കണ്ടാണോ കാഞ്ചിയാറാണോ? നമ്മുടെ കാഞ്ചിയാറിലെ പുതിയ റോഡൊക്കെ പോകുന്നുണ്ടോ? ആ അതെ, കാഞ്ചിയാറിലെ സെൻറ്റ് മേരീസ് പള്ളി കേട്ടോ. ഈ താഴ്വാരം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ ഇങ്ങനെ നമുക്ക് നോക്കുവാണെങ്കിൽ കാണാവുന്നത് ഇത് കാഞ്ചിയാറ് കക്കാട്ടുകട സിറ്റിയാണ് ഈ താഴെ കണ്ടതേ, ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇതുകൊണ്ട് അവിടെ നരിയമ്പാറ കാണാം, നരിയമ്പാറയിലെ പള്ളിയൊക്കെ. അതിൻ്റെ മുകളിലായിട്ട് ആ കാണുന്ന കേട്ടോ നരിയമ്പാറ പള്ളി. അതിൻ്റെ മുകളിലായിട്ട് ചെറുത്താമലയും അതൊക്കെയാണ് ആ കാണുന്നത്. പിന്നെ ഇങ്ങനെ ഇതാ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അതാ, അത് നമ്മുടെ 20 ഏക്കർ ഭാഗമാണെന്ന് തോന്നുന്നു. എന്തായാലും ദൂരോട്ട് ഒരുപാട് കാഴ്ചകൾ കാണാം കേട്ടോ. ഈ പുല്ലിലിങ്ങനെ കാറ്റ് പിടിക്കുമ്പോഴേ കാണാൻ ഒരു രസമല്ലേ? നമ്മളിങ്ങോട്ട് വന്ന ഈ ഒരു പാറക്കെട്ട് വഴിയായിരുന്നു. മഴയായി കഴിഞ്ഞാൽ ഇതിലൊന്നും വരത്തില്ല കേട്ടോ, മൊത്തം തെന്നിയിട്ടേ ഒരു രക്ഷ ഉണ്ടാവില്ല. എല്ലാവരും പറയും കണ്ട കാഴ്ചകൾ കണ്ടുമുടുന്നു. പക്ഷേ ഇതൊക്കെ ഉണ്ടല്ലോ, എൻ്റെ ഒരു ധാരണ വെച്ച് ഇവിടെയൊക്കെ ഓരോ സമയത്തെ സ്ഥലം ഒരുപോലെ ഇരുന്നാൽ ഈ പച്ചപ്പിനൊക്കെ ഒരുപാട് വ്യത്യാസമാണ്. വേനൽക്കാലത്ത് വന്നാൽ നമുക്ക് ഇതുപോലുള്ള പച്ചപ്പൊന്നും കാണാൻ പറ്റില്ല. മഴക്കാലത്ത് വന്നാൽ നമുക്ക് ഉണങ്ങിയത് കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള കുറേ വ്യത്യാസമുണ്ട്. ഇവിടെ ഒരു ചെടി ഉണ്ടായിരുന്നേ, ഇതിനൊരു പൂവൊക്കെ വന്ന് വെട്ടിക്കളഞ്ഞ് അടുത്ത തളപ്പൊക്കെ കയറി വരുന്നേ ഉള്ളൂ. അതിൻ്റെ കമ്പ് നിൽക്കുന്നുണ്ട്. ഇവിടെ ചിറ്റിന്ന് ഇപ്പോൾ ഉണ്ട് കേട്ടോ, അവിടെ കുറേ പോലെയൊക്കെ ആയിട്ട്. അങ്ങനെ ചിറ്റീൻ്റെ ചൂലിനൊക്കെ ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാണ്. ഇടുക്കിയിൽ നിന്ന് ഒരുപാട് ഇത് വെട്ടിക്കയറ്റി പോകുന്നുണ്ടേ. ആ താഴെ 2 വാട്ടർ ടാങ്ക് ഇരിക്കുന്നുണ്ടോ? പഞ്ചായത്തിൻ്റെ പരിപാടിയാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം താഴോട്ടുള്ള ജനങ്ങൾക്കൊക്കെ കുടിവെള്ളത്തിൻ്റെ പരിപാടി എന്തെങ്കിലും. അപ്പോൾ ഇത് എവിടെ നിന്നായിരിക്കും വെള്ളം അടിച്ച് കയറ്റുന്നത് ഞാൻ ആലോചിക്കുന്നത്. കല്ലും മുള്ളും നിറഞ്ഞ വഴിയാണ് കേട്ടോ.
ഇവിടെ ഒരു പുതിയ ഹൈമാസ് ലൈറ്റൊക്കെ വന്നു കേട്ടോ. ഇപ്പോൾ രാത്രിയായ നല്ല വെട്ടമായിരിക്കും കാരണം. ഓക്കെ, അതായാലും നന്നായി അത് വന്നത്. അപ്പുറത്തോട്ട് പോയി നോക്കാം. ഇവിടെ ഈ അമ്പലത്തിലോട്ട് കയറി പോകുന്ന വഴിക്ക് കുറേ മരത്തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടേ, റൗണ്ടൊക്കെ കെട്ടി. അതിൽ കൂടുതലും ഈ പനിനീർച്ചാമ്പ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട്സ് ചെടിയാണേ. കാണാൻ വയ്ക്കുന്നത് അമ്പലത്തിൻ്റെ പണി കുറേ നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുമോ, തീർന്നിട്ടില്ല. പിന്നെ ഇത് ഞാവലാണ്. ഇത് ഞാവലല്ലേ, ഞാവൽ കുറേ ഉണ്ട്. എന്താ നിൽക്കുന്നത് ഞാവൽ. ഇവിടെ ഒരാൾ വെച്ചിട്ടുണ്ട്. ഇതിന് അടിവശമൊക്കെ പാറപ്പുറമായതുകൊണ്ടേ മണ്ണ് കുറവാണ്. അതുകൊണ്ട് കെട്ടി ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് മണ്ണ് നിറച്ചിട്ട് ഇതൊക്കെ വെച്ചിട്ടുള്ളത്. അതുപോലെ പോകുന്ന വഴിക്കുന്നുണ്ട് പേരയുണ്ട്. ഈ അമ്പലത്തിന് പണി തീർന്നാൽ കാണാൻ നല്ല രസമായിരിക്കുമേ, ആ കളറൊക്കെ ചെയ്തേ വരുമ്പോഴേ. ഇപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാഴ്ചകളേ ഉള്ളൂ. പേരയിൽ പേരക്ക ഉണ്ടോ? ഇല്ലല്ലേ. കൊണ്ടേലും ഇവിടെ വരുന്നവരൊക്കെ പറിച്ച് തീർക്കും. ഒരു തെച്ചിയുണ്ട്, തെച്ചി. പിന്നെ ഇവിടെ നിന്നോണ്ട് നമുക്ക് അങ്ങോട്ട് നോക്കുവാണെങ്കിൽ നല്ലൊരു വ്യൂ ആണേ. കണ്ടോ, ഇടുക്കി ജലാശയം. നമ്മൾ ആ സൈഡിലൊക്കെയാണ് പോയത്. സർക്കാരിൻ്റെ ജണ്ട ആ ഒരു സൈഡും നല്ല വ്യൂ ആട്ടോ അങ്ങോട്ടൊക്കെ. നോക്കിയാട്ടെ, എന്നാ ഭംഗിയല്ലേ കാണാൻ. ഇവിടെ കുറച്ച് മരങ്ങൾ എങ്ങനെ നിൽപ്പുണ്ട്, ഇലയൊക്കെ കുറഞ്ഞിട്ടുള്ള. പിന്നെ ഇതിൻ്റെ താഴോട്ട് വലിയ കുഴിയാട്ടോ. കേട്ടോ, തെന്നിപ്പോയാലും അങ്ങോട്ട് പോവുമേ. വരുമ്പോൾ ഇതിലൊക്കെ നോക്കിയൊക്കെ വരിക. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെ നമുക്ക് ആ ഇടുക്കി ജലാശയം കാണാവേ. കണ്ടോ, അമ്പലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, നേരത്തെ പറഞ്ഞ പോലെ. കണ്ടോ, എന്നാലും ഉണ്ടല്ലോ പണി ഇതൊക്കെ തീർന്നു കഴിയുമ്പോൾ ഒരു നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇവിടെ ഒരു നാഗത്തറയൊക്കെ ഉണ്ട്. മഞ്ഞൾപ്പൊടിയൊക്കെയാണ്. അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കാൻ വെച്ചിരിക്കുന്നുണ്ടോ. പഴയ മുകളിൽ കോളാമ്പിയുണ്ടോ, രസമുണ്ടല്ലേ കാണാൻ. അങ്ങോട്ടേക്ക് ഇനി നല്ല കട്ടപ്പനയായിട്ട് നല്ല വ്യൂ ആണ് വരാൻ പോണേ. ഇവിടെ കണ്ടോ ചെമ്പകം നിൽക്കുന്നേ, ചെമ്പകം. ഇതിൽ പൂവില്ല കേട്ടോ. ഇടയ്ക്ക് വരുമ്പോഴത്തെ പൂവൊക്കെ കാണാവേ, ഇപ്പോൾ ഇല്ല. അതുപോലെ ഇവിടെ കുറേ കല്ലിങ്ങനെ ഇട്ടിരിക്കുന്നുണ്ട്. ഓരോരുത്തരിങ്ങനെ പറയും പഞ്ചപാണ്ഡവർ പിടിച്ചിട്ടിട്ട് പോയ 5 കല്ലാന്ന് പറയും. ഇവിടെ ഇരുന്നുകൊണ്ട് അവർക്ക് ഇടുക്കി ജലാശയം കേടാ. അന്ന് ഇടുക്കി ജലാശയം ഇല്ലല്ലോ അല്ലേ, ഇതുണ്ടോ. പക്ഷേ ഇവിടെ ശരിക്കും 3 കല്ലേ ഉള്ളൂ. അതിവിടെ പണിയൊക്കെ എടുത്തപ്പോൾ പൊട്ടിച്ചങ്ങോട്ട് ഇട്ടാണ്. ഇനി ആൾക്കാർ പറയുമ്പോൾ ഒക്കെ പറയുന്നു. കണ്ടോ, ഇടുക്കി ജലാശയത്തിൻ്റെ ഒരു വ്യൂ നോക്കി. ചെറുതായിരുന്നു സൂമാക്കി നോക്കിയാലോ. ഇത് വൈകുന്നേരം നല്ല വേനൽക്കാലത്തൊക്കെ കാണാൻ അടിപൊളിയാണ് കേട്ടോ. അവിടുന്ന് അങ്ങനെ വെള്ളം സൂര്യൻ ഇങ്ങനെ താന്ന് വരുമ്പോൾ അത് കാണാൻ ഒരു രസമാണേ. അതുപോലെ ഉണ്ട് അവിടെ ഒരു ഉരുളി ഇതുവരെ വെള്ളം കയറിയിട്ടില്ല. അങ്ങനത്തെ 5 മൊട്ട കുന്നുകൾ അവിടെ ഉണ്ട്. അപ്പോൾ അതിൽ 1-2 മൂടാതെ നിൽപ്പുണ്ടേ. എല്ലാം മൂടിക്കഴിഞ്ഞാൽ നല്ല വെള്ളമായിരിക്കും എന്നാണ്. വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ 5 ഉരുളിയും കാണാൻ പറ്റുമേ. അങ്ങനെയാണ് 5 ഉരുളിന്ന് അവിടെ പേര് വന്നത്. പിന്നെ ഇവിടെ വന്നോണ്ട് നമുക്ക് താഴോട്ട് വീണ്ടും ഈ ഗ്രാമങ്ങളുടെ കാഴ്ചകളൊക്കെ കാണാവേ. ഇച്ചിരി വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടല്ലോ, നല്ല കിട്ടില്ല കാഴ്ച കിട്ടിയായിരുന്നു നമുക്ക് ഇവിടുന്ന്. ഇവിടുത്തെ ഈ ഒരു പാറയൊക്കെ ഉണ്ട്, ഒരു ചതുരം പോലത്തെയൊക്കെയാണേ. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെയുള്ള എല്ലാ സാധനത്തിനും ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാനേ. ഇല്ലേ, ഈ കല്ലൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയില്ല. ഇങ്ങനെ ഈ പൊട്ടിച്ചോരോ പീസായിട്ട് ഒരു പ്രത്യേക പ്രകൃതി ഡിസൈനൊക്കെ ചെയ്തിട്ടിരിക്കുന്ന കാണാൻ. ഇനി നമുക്ക് കുറച്ച് നേരം ഈ ഫുള്ള് പാറയുടെ മുകളിൽ കൂടെ തന്നെ നടക്കാട്ടോ. ഇവിടെ എവിടെ നോക്കിയാലും ഇനിയിപ്പോൾ പാറയുള്ളേ.
മൊത്തത്തിലാവേ, പക്ഷേ ഈ ഒരു ഭാഗത്ത് അത് ഇച്ചിരി കൂടുതലായിട്ടാണ്. ഇതിന് താഴ്വശത്ത് ഇതിൻ്റെ ഒരു കുറച്ച് ചെരിവും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുവേ കാണാൻ വേണ്ടി. ഞാൻ കല്യാണത്തിന് പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇത്ര ഒരു ഭംഗിയായ രീതിയിൽ പച്ചപ്പായിട്ടും അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ വന്നു നിന്നാൽ നമുക്ക് ഫുള്ളായിട്ട് ഒരു നല്ല 360 ലെവലിലൊരു വ്യൂ ഒക്കെ കിട്ടുന്നൊരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ വന്നു വയ്ക്കുന്നത്. അപ്പോൾ കട്ടപ്പന ടൗണിൻ്റെ ഒക്കെ ആയിട്ട് നമുക്ക് ദൂരോട്ടൊക്കെ എൻ്റെ പുറകിലായിട്ട് കണ്ടോ നല്ല കിടിലം കാഴ്ച കിട്ടും കേട്ടോ. ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് വീണ്ടും ഇടുക്കി ജലാശയത്തിൻ്റെ ആ ഒരു പച്ചപ്പ് നിറഞ്ഞ മൊട്ടക്കുന്നേ കൂടെ മഞ്ഞ് കയറി വരുന്നുണ്ടോ അതിലേ, അതിൻ്റെ ഒരു ദൂരക്കാഴ്ചയൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷേക്ക് ഭയങ്കര കാറ്റാ, പറയുന്നത് മുഴുവൻ കിട്ടുമെന്ന് എനിക്കറിയില്ല. കിലുകിലാന്ന് വെച്ചോണ്ടിരിക്കുക. ഇതെന്താണെന്ന് അറിയത്തില്ല. ഇവിടെ കൊടി കുത്താൻ വേണ്ടി ഉത്സവത്തിന് കൊടി വെക്കാൻ ഉണ്ടാക്കിയിട്ടിരിക്കുന്നതാണോ എന്ന് അറിയില്ല കേട്ടോ. പിന്നെ താഴെ കണ്ടോ ഒരു കുരിശടിയൊക്കെ കാണാവേ. താഴത്തെ പൊന്നിക്കവല പള്ളിയിലെ കുരിശടിയാണ്. ദുഃഖവെള്ളിയാഴ്ചയൊക്കെ മല കയറാൻ വേണ്ടി ആൾക്കാർ ഇവിടെ വരും. ഇനി നമുക്ക് കട്ടപ്പന വ്യൂ കാണാനായിട്ട് ഇതാ ഇവിടെ പോകണം. ഇതുണ്ടോ ഈ പാറയിൽ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്നതാണ് നമ്മുടെ കട്ടപ്പന ടൗൺ. ഇതോണ്ടാണ്ടോ ഒരു ഏരിയയിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഫുള്ള് നല്ലൊരു വ്യൂവും കിട്ടുവേ. ഇങ്ങനെ വെള്ളയാങ്കുടി വരെ കാണാം. ആ സൈഡിൽ ഇത് വെള്ളയാങ്കുടി കേട്ടോ. വെള്ളയാങ്കുടി റോഡ് നേരേക്ക് വന്നു കഴിയുമ്പോൾ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസിൻ്റെ ഒരു പുതിയ ഷോറൂമൊക്കെയാണ് ആ കാണുന്നത്. അങ്ങനെ വന്നാൽ നമുക്ക് കട്ടപ്പന ടൗണിൻ്റെ ഒത്ത സെൻട്രലായിട്ടുള്ള ആ പഴയ സ്റ്റാൻഡിലെ ആ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെയാണ് ആ കാണുന്നത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് സെൻറ്റ് ജോർജ് പള്ളി അങ്ങനെ കാര്യങ്ങളൊക്കെ. അതിനൊക്കെ മുകളിലായിട്ട് ചെകുത്താമല, കുന്നളംപാറ മല, അങ്ങനെ കുറേ മലകളിങ്ങനെ കട്ടപ്പന ടൗണിന് കാവൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടേ. ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ പോയാൽ കുറേ പാറയുടെ ചെരുവുകളൊക്കെ കാണാവേ. പക്ഷെ അങ്ങോട്ട് നല്ല കാറ്റാണ്. കാറ്റ് വല്ലാണ്ട് അടിക്കുന്നില്ലായിരുന്നെങ്കിൽ നല്ലതായിരുന്നേ. എപ്പോഴും കുളുകുളാന്ന് കാറ്റിങ്ങനെ ചെവിക്കകത്ത് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കേൾക്കാൻ ഒരു സുഖമാണ്. പക്ഷെ ചില സമയത്ത് അത് നല്ലതായിട്ട് തോന്നുകയും ചെയ്യും. ഈ പാറയുടെ സ്ലോപ്പും തെന്നിപ്പോട്ടോ താഴോട്ട്. പിന്നെ താഴെയൊക്കെ അഗാധമായ ഗർത്തങ്ങളാണ്. എങ്ങോട്ട് പോകണമെന്നറിയാൻ മേലാത്തൊരവസ്ഥയാണ്. ണ്ടോ ഇവിടുന്നൊക്കെ നമുക്ക് താഴോട്ടൊന്നു നല്ല കിടില വ്യൂ കേട്ടോ. കേട്ടോ തെല്ലിപ്പോയാ പോയതല്ലേ, പാറ തീർന്നു അവിടുന്ന് അക്കലെ. ഇങ്ങനെയാണ് നമുക്ക് അങ്ങോട്ട് നോക്കി കുഴിയാന്ന് നോക്കി. നമ്മൾ നിൽക്കുന്ന ഈ ഒരു പാറയില്ലേ ദിക്കിലേ ഒക്കെ സ്ലോപ്പാകും താഴോട്ടെ. അതുപോലെ തന്നെ ഇതിങ്ങനെ ഈ ഒരു സൈഡിലും ഇങ്ങനെ തന്നെയാട്ടോ ചെരിവ്. കാണാവുന്നല്ലേ കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ പാറക്കെട്ടുകളൊക്കെ. ഇതൊക്കെ ഒരിക്കലെങ്കിലും വരണം കേട്ടോ, അപകടമില്ലാതെ വരണേ. നല്ല മഴയുള്ളപ്പോൾ കയറി വരല്ലേ. ഈ പാറക്കെട്ടുകളൊക്കെ ഉണ്ടല്ലോ ഭയങ്കര തെന്നലായിരിക്കും അന്നേരം. അതുകൊണ്ടാണ് മഴയുള്ളപ്പോൾ വരരുതെന്ന് പറഞ്ഞ്. ഇനി ഇതിലേ ഇങ്ങനെ അങ്ങോട്ടൊക്കെ പോകണം. ഒരു പാറയുണ്ട്, ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് നോക്കാം അല്ലേ. മേളിൽ കയറണം, അതാണ്. കയറിയോ ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കണ്ടോ ഇതാ കാണുന്നത്. അപ്പുറത്തും പാറക്കെട്ടുകൾ, ഫുൾ സ്ലോപ്പായിട്ടുള്ള പാറക്കെട്ട് കണ്ടോ. ഈ പാറയിൽ കൂടെ നമുക്കൊന്ന് പിച്ച ഒന്ന് ഇറങ്ങി നോക്കാം. അത് രസമല്ലേ. പിച്ചകപ്പൂങ്കാവുകൾക്കും അപ്പുറം പറന്നെത്തിനി എന്ന് പറഞ്ഞ ആ പാട്ടൊക്കെ പാടിക്കൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് രണ്ടാമോ ഒന്നാൻ പറ്റി നോക്കണേ കുഴി. പിന്നെ സ്ലോപ്പാ നോക്കിയേ. അമ്മ ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന പരിപാടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും കേട്ടോ.
നിനക്ക് വേറെ പണിയൊന്നും ഇല്ലാടാ ചോദിക്കും. അങ്ങനുണ്ട് കൊള്ളാവോ ഇവിടുത്തെ കാഴ്ചകൾ? അയ്യോ, ഞാൻ ഇത്രയും താഴോട്ടൊന്നും ഇറങ്ങി വന്നിട്ടില്ലേ. എൻ്റെ പൊന്നോ, അത് കേട്ടോ അങ്ങോട്ടൊക്കെ പോണം. ഇതാണ് ഇവിടുത്തെ പാറക്കെട്ടുകൾ, ചെരുവൊക്കെ. ഇങ്ങനെയാണ് നമ്മൾ ഈ ഇറങ്ങി വന്നില്ലേ, ഇതുണ്ടോ? ഇതിങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എവിടെ ചെല്ലും നോക്കിയേ. അങ്ങ് താഴെ അഞ്ചുരുളി ചെല്ലും. അത്രയും സ്ലോപ്പാണേ. ഇവിടുന്ന് പെട്ടെന്ന് മാറിയേക്കാം, അല്ലെങ്കിൽ പിന്നെ പണിയാവും. ഇതുണ്ട് ആ പാറയുടെ ഒരു ചെരുവ് വേണോ. ഇതെങ്ങനെ ഇങ്ങനെ ആവുന്നല്ലേ. ഒരു കാലത്ത് ഇതിൻ്റെ മണ്ടയിലൊക്കെ മണ്ണുണ്ടായിരുന്നായിരിക്കും, അതിലങ്ങോട്ട് ഊർന്ന് പിടിച്ച് പോയിട്ടുണ്ടാവും അല്ലേ. അതായിരിക്കും താഴെ പോയി അരിഞ്ഞു കിടക്കുന്ന ആ തോട്ടങ്ങളൊക്കെ. ഇവിടെ പാറ ഇങ്ങനെ തെളിഞ്ഞ് കിടക്കുന്നു പോകും. ഇപ്പം എന്തിനാ ഡ്രോണല്ലേ, ഇതുപോലെ താഴോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ പേടിച്ചു പോയി കേട്ടോ. ഭയങ്കര ചെരുവാണ് താഴോട്ട്. ഇത് കേട്ടോ, അത്രയും ചെരുവിലോട്ടാണ് പോകുന്നത്. അതിന് ഇവിടെ നിന്ന് നമ്മൾ ഒത്തിരി അഭ്യാസം കാണിക്കണ്ട. ഞാൻ ഒരാളേ ഉള്ളൂ. ഒന്ന് കയ്യാ കാലം കയറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എത്ര അടി താഴ്ചയിലോട്ടാണ് പോകുന്നതെന്ന് അറിയാമോ. അതുകൊണ്ട് നമുക്ക് മുകളിലോട്ട് കയറി പോവാം. അങ്ങനെ നമ്മളൊരു കര പറ്റി. ഇനി ആ വഴിക്ക് അങ്ങോട്ട് തിരിച്ചു പോവാം. അതിനോടുകൂടി നമുക്ക് ഇടുക്കി ജലാശയം ഒന്ന് കാണാം. ഇപ്പോൾ കണ്ടോ നല്ല തിളങ്ങി കിടക്കുവാണേ. എനിക്ക് ജലദോഷം പിടിച്ചിട്ട് മാറിയില്ല ഗൈസ്. കുട്ടമ്പഴ വീഡിയോ എടുക്കാൻ പോയാ ജലദോഷം പിടിച്ചു. കണ്ടോ ഇടുക്കി ജലാശയം അടിച്ച് മീന്നി കിടക്കുന്ന കേട്ടോ. അപ്പോഴേ എങ്ങനെയുണ്ട് വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇടുക്കിയുടെ വീഡിയോ കണ്ട് പിന്നെയും ബോറടിച്ചെന്ന് പറയില്ല കേട്ടോ. ബോറടിക്കാതിരിക്കാനാണ് ഞാൻ ആ പടുകുഴിയിലൊക്കെ ഇറങ്ങിപ്പോയത്. ഞാൻ ഇതുവരെ പോയിട്ടില്ല അവിടെ. ആദ്യമായിട്ടാണ് പോയത്. ഞാൻ പേടിച്ചാണ് പോയത്. കാലൊന്ന് തെന്നിയാൽ എത്ര അടി താഴ്ചയിലേക്കാണ് പോകുന്നതെന്ന് അറിയാമോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. കുറച്ച് സാഹസികമായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ നേരത്തെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് പ്രായമൊക്കെ ആയി വരുമല്ലേ, ഇത്തിരി മലയൊക്കെ കാണാൻ പറ്റുമോ? നിരന്ന സ്ഥലത്തോട്ടുള്ള വീഡിയോകളാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കണ്ടിഷ്ടപ്പെട്ടാലേ ഈ വീഡിയോക്ക് എന്ത് ചെയ്യണമെന്ന് അറിയോ, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കണം. അതുപോലെ പരിചയക്കാരിലോട്ട് കൂട്ടുകാരിലോട്ടും എല്ലാം എത്തിക്കാം കേട്ടോ. പിന്നെ എന്നാ ചെയ്യണ്ടേ, എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ, നല്ല കാര്യമുള്ളൂ. എന്തെങ്കിലുമൊക്കെ ചെയ്താലല്ലേ നമുക്കൊരു പ്രയോജനമുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാവേ.